നിങ്ങളറിയാതെ നിങ്ങളുടെ നട്ടെല്ല് നിങ്ങളെക്കാളും ഇരട്ടി പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവഴി ഡിസ്കിലേക്ക് പ്രഷർ ഉണ്ടാകാൻ തുടങ്ങും. ഇതാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് വരുന്ന ആദ്യത്തെ ഒരു ചേഞ്ച്. അപ്പോൾ ഈ കഴുത്തിലെ പേശികൾ വീക്ക് ആകുമ്പോഴത്തേക്ക് ഈ വില്ലിൻ്റെ ഞാൺ അഴിച്ചു വിടുന്ന പോലെ ഈ മസിൽ വീക്ക് ആകുമ്പോഴത്തേക്ക് ഈ സ്പൈൻ അങ്ങ് നിവരും. നമസ്കാരം, ഞാൻ ഡോക്ടർ വിനോദ് രാജ്. ചിത്ര ഫിസിയോതെറാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനോ സർക്കാർ ഉദ്യോഗസ്ഥനോ ആണോ? ഒരു IT പ്രൊഫഷണലാണോ? ഇങ്ങനെ ഒരുപാട് മണിക്കൂർ ഇരുന്ന് ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് ഡിസ്കിൻ്റെ പ്രശ്നമുണ്ടാകാമോ? അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം? അതിന് എന്തൊക്കെ പ്രതിവിധികളുണ്ട്? ഇതൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൊന്ന് കാണാം. 8 മണിക്കൂറിൽ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ നട്ടെല്ല് നിങ്ങളെക്കാളും ഇരട്ടി പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ കാണാറുണ്ട്, ഒരു 40 വയസ്സായ വ്യക്തി വരുമ്പോൾ അദ്ദേഹത്തിന് സ്കാനോ MRI എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഒരു 80 വയസ്സുകാരൻ്റെ ചേഞ്ചസ് ആണ് അതിനകത്ത് ഓൾറെഡി വന്നിരിക്കുന്നത്. ഇത് എന്തുകൊണ്ട് എന്ന് സംഭവിക്കുന്നത് ഞാൻ ലഘുവായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഇരിക്കുമ്പോൾ പ്രധാനമായും നിങ്ങൾ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹിപ്പ് ഫ്ലെക്സേഴ്സ്, അതായത് നിങ്ങളുടെ ഈ കാല് മേളിലേക്ക് പൊന്തിക്കാൻ വേണ്ടിയുള്ള ആ പേശികൾ, അതായത് ഇടുപ്പിൽ നിന്ന് നട്ടലിൽ നിന്ന് ഇടുപ്പിലേക്ക് വരുന്ന ആ പേശികൾ ടൈറ്റ് ആവും. അപ്പോൾ നിങ്ങളിരിക്കുന്ന മുന്നോട്ട് ആഞ്ഞിരിക്കുന്ന ആ പോസ്റ്ററുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കോർ മസിൽസും ഗ്ലൂട്ടിയൽ മസിൽസ്, അതായത് ബട്ടക്സിലെ മസിൽസും വീക്ക് ആവും. ഈ ടൈറ്റ്നെസ്സും വീക്ക്നെസ്സും ഓട്ടോമാറ്റിക്കലി വരുമ്പോഴത്തേക്ക് തന്നെ നിങ്ങളുടെ സ്പൈനിനകത്ത് ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഇതുവഴി ഡിസ്കിലേക്ക് പ്രഷർ ഉണ്ടാകാൻ തുടങ്ങും. ഇതാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് വരുന്ന ആദ്യത്തെ ഒരു ചേഞ്ച്. ഇങ്ങനെ ഈ മസിൽ ഇംബാലൻസ് വഴിയാണ് നിങ്ങൾക്ക് ഒരു റോങ് പോസ്റ്റർ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന നിങ്ങളുടെ പോസ്റ്റർ മാറുന്നത് പ്രധാനമായിട്ട് ഈ രീതിയിലാണ്. അപ്പോൾ പോസ്റ്റർ മാറുന്ന വഴി എന്തൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ ആദ്യം നമ്മളെ കഴുത്തിൽ പറയാം. കാരണം നമുക്ക് ഈ പ്രശ്നങ്ങൾ കഴുത്തിലും അതുപോലെ തന്നെ നടുവിലും വരാറുണ്ട്. അപ്പോൾ കഴുത്തിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കഴുത്ത് ഒരു ശരാശരി ഒരു മനുഷ്യൻ്റെ കഴുത്തിന് ഏകദേശം 5 കിലോ ഭാരം വരും. അപ്പോൾ അത് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. അപ്പോൾ 5 കിലോ ഭാരമുള്ള ഒരാൾ ഒരു 2 മുതൽ 3 സെൻറ്റിമീറ്റർ മുന്നോട്ട് ആഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് ഡിസ്കിലേക്ക് വരുന്നതെന്ന് പറയുന്നത് 20 മുതൽ 25 കിലോ പ്രഷറാണ്, അല്ലെങ്കിൽ വെയിറ്റാണ്. ഒരു 25 കിലോ ഭാരം തലയിൽ വയ്ക്കുന്ന എഫക്റ്റാണ് ഓട്ടോമാറ്റിക്കലി വരുന്നത്. അത് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പ്രഷർ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി കശേരികൾ അമരുകയും ഡിസ്ക് ഞെരുങ്ങുകയും ഡിസ്ക് പുറത്തേക്ക് തള്ളി വരികയും ചെയ്യും. അപ്പോൾ ഡിസ്ക് ബൾജ് ഉണ്ടാവുന്നു. അപ്പോൾ ഇത് പ്രധാന. അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റുമുള്ള പേശികളെല്ലാം മുറുകുന്നു, ഒരു ഭാഗത്തെ പേശികൾ ലൂസാവുന്നു, ഓട്ടോമാറ്റിക്കലി മസിൽ ഇംബാലൻസ് സംഭവിക്കുന്നു. അപ്പോൾ ഇത് പ്രധാനമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് കുനിഞ്ഞിരിക്കുമ്പോൾ മൊബൈലും മറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഞാൻ നേരത്തെ വീഡിയോ എടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം എന്ന്. അപ്പോൾ അങ്ങനെ ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം ഒരു മെയിൻ പ്രശ്നമാണ്. ഈ ഒരുപാട് നേരം ഈ ഇരുന്ന് തെറ്റായ രീതിയിൽ പോസ്റ്റൽ കമ്പ്യൂട്ടറും മറ്റൊക്കെ നോക്കുന്നത്. കാരണം ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ കഴുത്തിലെ കശേരും അല്ലെങ്കിൽ നട്ടല് ഞാൻ നേരത്തെ പറഞ്ഞത് മൊത്തം നട്ടലും കൂടെ നമ്മുടെ ശരീരത്തിൽ നട്ടൽ മുഴുവൻ കൂടി എസ് കർവാണ്, S പോലെ ഇരിക്കുന്നത്. കഴുത്തിലെ മാത്രം സിയും താഴെ ഭാഗത്ത് ഒരു ഇൻവേർട്ടഡ് സിയുമാണ്. അപ്പോൾ ഈ സി അഥവാ അമ്പും വില്ല്, ഞാൻ പറഞ്ഞിട്ടുള്ളത് അമ്പും വില്ലിന് വില്ല് പോലാണ് നമ്മുടെ നട്ടലിരിക്കുന്നത്. അപ്പോൾ ഈ കഴുത്തിലെ പേശികൾ വീക്ക് ആകുമ്പോഴത്തേക്ക് ഈ വില്ലിൻ്റെ ഞാൺ അഴിച്ചു വിടുന്ന പോലെ ഈ മസിൽ വീക്ക് ആകുമ്പോഴത്തേക്ക് ഈ സ്പൈൻ അങ്ങ് നിവരും. അപ്പോൾ സ്പൈൻ നിവരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയിലെ സ്പേസ് കുറയുകയും ഈ പ്രഷർ ഉണ്ടാവുകയും ഡിസ്ക് ഞെരുങ്ങുകയും വെളിയിലേക്ക് പുഷ് ചെയ്ത് അല്ലെങ്കിൽ ബൾജ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ പേശികളുടെ ബലക്ഷയം വഴി കഴുത്തിലുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡിസ്ക് ബൾജും ഡിസ്ക് ബൾജ് വഴി ഞരമ്പെ കൊള്ളുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് കയ്യിലേക്ക് റാഡിക്കുലോപ്പതി ഉണ്ടാകുന്നു. ഇനി ഇതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് റൗണ്ടഡ് ഷോൾഡർ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ തോളുകൾ ഇങ്ങനെ ഉള്ളിലേക്ക് റൗണ്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഈ റൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് വരുന്നത്. കാരണം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ചെസ്റ്റിലേക്കുള്ള പ്രഷർ കൂടുന്നു എന്നത് മാത്രമല്ല, അല്ലാതെ തന്നെ ഒരുപാട് കംപ്ലയിൻസ്, സ്കാപ്പുലർ ഇംബാലൻസ്, തോളിലെ പ്രശ്നങ്ങൾ, ഈ കഴുത്തിലെ പ്രശ്നങ്ങൾ കൂടുന്നു. ഇതിനെല്ലാം തന്നെ കാരണക്കാരനാകുന്ന ഒരു പ്രശ്നമാണ് നിങ്ങൾ ഈ റൗണ്ടഡ് ഷോൾഡർ എന്നുള്ള പോസ്റ്റർ. അപ്പോൾ ഇത് ആണ് കഴുത്തി വരുന്നത്. ഇനി ഇതുപോലെ തന്നെ നടുവിൽ സെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നടുവിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹിപ്പ് ഫ്ലെക്സേഴ്സ്, അതായത് ആ മസിൽ ഇംബാലൻസ്, ഒരു മുൻവശത്തെ പേശികൾ ടൈറ്റ് ആവുകയും പിൻവശത്തെ പേശികൾ ലൂസാവുകയും ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പെൽവിസ് പിന്നിലേക്ക് തിരിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഈ സ്പൈൻ അങ്ങ് അവിടെ സ്ട്രെയിറ്റ് ഉണ്ടാവും.
അപ്പോൾ സ്പൈൻ സ്ട്രെയിറ്റൻഡ് ആകുമ്പോൾ കഴുത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെ ഈ ഇടയിൽ ഡിസ്ക് ഞെരുങ്ങുന്നു, വെളിയിലേക്ക് തള്ളി വരുന്നു, ഞാൻ കാലേ കൊള്ളുന്നു, അപ്പോൾ ഞരമ്പിൽ കൊള്ളുന്നു, ഞരമ്പിൽ കൊള്ളുമ്പോഴത്തേക്ക് കാലിലേക്ക് സയാറ്റിക്ക അല്ലെങ്കിൽ നംനസ്, തരിപ്പ്, മരപ്പ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും. അപ്പം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു ഡിസ്കിൻ്റെ രോഗി ആയിക്കൊണ്ടിരിക്കുകയാണ് കഴുത്തിലും നടുവിലും. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്നുള്ളത് ഇനിയൊന്ന് കാണാം. ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് 8 മണിക്കൂർ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരോട് ഈ പ്രശ്നങ്ങളുണ്ടാകും എന്ന് കരുതി നിങ്ങൾക്ക് ജോലി ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. പക്ഷേ ചെറിയ മാറ്റങ്ങളും ചെറിയ ശ്രദ്ധകളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഒരുപാട് രീതിയിൽ പരിഹരിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളിരിക്കുന്ന ചെയർ, നിങ്ങളിരിക്കുന്ന രീതി രണ്ടും വളരെ അത്യാവശ്യമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളുടെ ഹിപ്പ് അല്ലെങ്കിൽ ഹിപ്പ് മുട്ടിനും, അതായത് മുട്ട് എപ്പോഴും താഴ്ന്നു നിൽക്കണം, ഇങ്ങനെ ഇരിക്കരുത്. അതായത് ഞാനൊരു ഉദാഹരണം കഴിഞ്ഞാൽ ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ പൊങ്ങി കാല് പൊങ്ങി വരാൻ പാടില്ല. അപ്പോൾ ഹിപ്പ് ഒരിക്കലും പൊങ്ങി വരരുത്, മുട്ട് ഒരിക്കലും പൊങ്ങി വരരുത്. ഹിപ്പിനേക്കാളും ഇടുപ്പെല്ലിനേക്കാളും നിങ്ങൾ താഴ്ന്നു നിൽക്കണം നിങ്ങളുടെ മുട്ട്. ആ രീതിയിൽ വേണം നിങ്ങൾ ഇരിക്കാൻ. പലപ്പോഴും ചില കസേര നമ്മൾ കാറിലും മറ്റൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇങ്ങനെ മേളിലോട്ട് ഇരിക്കുക നമ്മുടെ മുട്ടുകളുണ്ട്. അപ്പോൾ അതൊരിക്കലും പാടില്ല. എപ്പോഴും മുട്ടിങ്ങനെ താഴോട്ട് നിൽക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പാദങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കരുത്. പാദങ്ങൾ തറയിൽ ഉറപ്പിച്ച് തന്നെ വെക്കുക. ഇനി നല്ല ഉയരമുള്ളൊരു കസേരയാണ് ആണെന്നിരിക്കട്ടെ, എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ചെറിയൊരു ഫുഡ് സ്റ്റൂൾ പോലെ എന്തെങ്കിലും വെച്ചിട്ട് 2 പാദവും അതിൽ ഉറപ്പിച്ച് തന്നെ ഇരിക്കുക എന്നുള്ളത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, ബാക്ക് റെസ്റ്റ്. നമ്മൾ പലപ്പോഴും കസേരയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നോക്കാറുണ്ട്, നല്ല അടിയിൽ നടുവിൽ സപ്പോർട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കാറുണ്ട്. പക്ഷേ ഇതെടുത്ത് വെച്ച് നമ്മൾ ചെയ്യുന്നത് എന്തുവാ, നമ്മൾ മുന്നേ കാഞ്ഞിരുന്ന് കസേരയുടെ ഇറമ്പി വന്നിരുന്നായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഒരിക്കലും പാടില്ല. കസേരയുടെ ഇറമ്പിലിരുന്ന് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് മൊത്തത്തിൽ നിങ്ങൾ കഴുത്തിന് നടുവിൽ സ്ട്രെയിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി പുറമോട്ട് പറ്റുന്ന സമയങ്ങളിൽ, എപ്പോഴും ഞാനത് പോസിബിളാണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും പറ്റുന്ന സമയങ്ങളിലെല്ലാം ബാക്ക് റെസ്റ്റിൽ തന്നെ ഇരിക്കണം. നിർബന്ധമായിട്ട് നിങ്ങൾ ചാരുള്ളത് ചാരി തന്നെ ഇരിക്കണം. അത് പ്രത്യേകിച്ച് ബാക്ക് റെസ്റ്റ് ഉണ്ടെങ്കിൽ ബാക്ക് റെസ്റ്റോട് ചേർന്നിരിക്കുക. ഇനി ബാക്ക് റെസ്റ്റ് ഇല്ലെങ്കിൽ നമുക്കിപ്പം വാങ്ങിക്കാൻ മാർക്കറ്റിൽ ലഭ്യമാണ് ബാക്ക് റെസ്റ്റുകൾ. ഒന്ന് ഈ ബാക്ക് റെസ്റ്റ് വാങ്ങിക്കുക, അല്ലെങ്കിൽ കട്ടിയുള്ള ടവലോ ബെഡ്ഷീറ്റോ റോൾ ചെയ്ത് നടുവിൻ്റെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്ത് വേണം ഇരിക്കാൻ. അത് അടുത്ത കാര്യം. ഇനിയും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ ആം റെസ്റ്റുകളാണ്. ഈ ആം റെസ്റ്റുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. ആം റെസ്റ്റുകൾ ഒരുപാട് താഴ്ന്നതോ ഒരുപാട് ഉയർന്നതോ ആകാൻ പാടില്ല. ഷോൾഡേഴ്സ് നിങ്ങൾ ഷഗ് ചെയ്തിരിക്കാൻ പാടില്ല, ഷോൾഡേഴ്സ് ഒട്ട് ഡ്രൂപ്പ് ചെയ്തിരിക്കാനും പാടില്ല. നിങ്ങളുടെ മുട്ടുകൾ ഏകദേശം 90 ഡിഗ്രി ഇരിക്കത്തക്ക രീതിയിലുള്ള ഒരു ആം റെസ്റ്റാണ് നിങ്ങൾ കസേരയ്ക്ക് വയ്ക്കാൻ. അത് വളരെ അത്യാവശ്യമാണ്. ഇത് ഓട്ടോമാറ്റിക്കലി ഈ പൊസിഷൻ വയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ കഴുത്തിലേക്കുള്ള സ്ട്രെസ്സ് ഒരുപാടാണ് കുറയുന്നത്. അപ്പോൾ ഒരു ചെയർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ, ഞാൻ ഇതിന് മുമ്പ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡീപ്പായിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകാം. മറ്റേ സിമ്പിളായി ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ടോപ്പ് വശം അത് നിങ്ങളുടെ കണ്ണിൻ്റെ ലെവലിലോ അല്ലെങ്കിൽ സ്വല്പം താഴെയോ വേണം നിൽക്കാൻ. ഒരുപാട് താന്നും പോയത്, ഒരുപാട് മുകളിലും പോയത്. മാക്സിമം നിങ്ങളുടെ എപ്പോഴും കണ്ണ് ആ മേളത്തെ ലെവലിൽ വരത്തക്ക രീതിയിൽ ശ്രദ്ധിക്കാൻ നോക്കുക. പിന്നെ കമ്പ്യൂട്ടർ വയ്ക്കുന്നത് ഒരു കൈ അകലത്തിൽ, ഒരുപാട് ദൂരെ ആവരുത്, ഒരുപാട് അടുത്തും ആകരുത്. അപ്പോൾ ഏകദേശം ഒരു കൈ അകലത്തിൽ വയ്ക്കുക. ബാക്കി കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളും അത് ചെയ്യേണ്ട വ്യായാമങ്ങൾക്ക് ഡീറ്റെയിൽ ഞാൻ മറ്റേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ ആപത്തുകളിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് രക്ഷപ്പെടാൻ പറ്റും. ഇനി നിങ്ങൾ സീറ്റിലിരുന്നുകൊണ്ട് ചെയ്യേണ്ട നിസ്സാര വ്യായാമങ്ങളും കൂടി ഞാൻ ഒന്ന് പറയാം. ഇരുന്ന് ജോലി ചെയ്യുന്നവർ നിർബന്ധമായി ചെയ്യേണ്ട ചില അത്യാവശ്യ സ്ട്രെച്ചുകൾ, ഡീറ്റെയിലായിട്ട് നിങ്ങൾ ഒരു ദിവസത്തിൽ ചെയ്യേണ്ട കുറച്ച് എക്സസൈസും അതിൻ്റെ ബ്രീത്തിങ് എക്സസൈസും മറ്റ് പോസ്റ്റർ നിങ്ങൾ സ്ട്രെച്ചസും ഒക്കെ ഞാൻ മറ്റ് വീഡിയോ ഇട്ടിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇത് പക്ഷേ അല്ലാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഏറ്റവും അത്യാവശ്യം സ്ട്രെച്ചിനേക്കാൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരിപ്പ് ഒഴിവാക്കണം. നിർബന്ധമായും ബ്രേക്സ് എടുക്കണം. നിങ്ങൾ വർക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഓർത്തൊന്നും വരില്ല, നിങ്ങളുടെ മൊബൈലിലോ മറ്റൊരു അലാറം സെറ്റ് ചെയ്തതിന് ശേഷം കൃത്യമായി ആ ഒരു ഇൻ്റർവെൽസിൽ ഒരു 1 അവറിലെങ്കിലും ഒരു ഇൻ്റർവെല്ലിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എണീക്ക്, ഈ ചെറിയ സ്ട്രെച്ചസ് ഒന്ന് ചെയ്യുക. ഇനി സ്ട്രെച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുന്നേക്കും ഇരിക്കുകയും ചെയ്യുക. ഒരു 2 സ്റ്റെപ്പ് ഒന്ന് കസേരയ്ക്ക് ചുറ്റുമായാലും മതി, ഒന്ന് നടക്കുക. ഇത് അത്യാവശ്യം നിങ്ങൾ ചെയ്തിരിക്കണം. അതിനകത്ത് യാതൊരു ഉപേക്ഷ നിങ്ങൾ വിചാരിക്കരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെച്ചിൻ്റെ കാര്യം. സ്ട്രെച്ച് കഴുത്തിന് നടുവിൽ ഞാൻ സിമ്പിളായിട്ട് പറയാം, വലിയ എക്സസൈസുകൾ ഞാൻ പറയുന്നില്ല. ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സ്റ്റാറ്റിക് എക്സസൈസ്, ഇങ്ങനെ പ്രഷർ കഴുത്തിൽ കൊടുത്ത് ഞെക്കി പിടിക്കുക, കഴുത്ത് മുന്നോട്ട് കുനിഞ്ഞു പോകരുത്, നല്ല പ്രഷർ പിടിക്കുക, ഒരു 5 എണ്ണുന്നവരെ മനസ്സിൽ ഹോൾഡ് ചെയ്യുക,
റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ റീകോയിൽ ഉണ്ടാവരുത്, ഞെക്കുക, വിടുക. ഇത് 4 ദിശയിലേക്കും ചെയ്യുക. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് കഴുത്തിലുണ്ടായിരുന്ന വർക്ക് ലോഡ് അങ്ങ് നള്ളിഫൈ ചെയ്ത് പോയി നിങ്ങളങ്ങ് ഫ്രഷ് ആവുകയാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ചെവിയോ ഈ തോളിങ്ങനെ പൊക്കിക്കൊണ്ട് വരില്ല, ചെവി തോളിലേക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക, പതുക്കെ നിവർത്തുക. അതുപോലെ ഈ സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക, വേണമെങ്കിൽ അവിടെ ഒരു 5 എണ്ണം വരെ ഹോൾഡ് ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇത് ചെയ്യാം, ഇതും നല്ല കാര്യമാണ്. പിന്നെ കഴുത്ത് ഇങ്ങനെ കറക്കുന്ന റൊട്ടേഷനൊക്കെ ഉണ്ട്. ഞാനത് അത്ര അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പലർക്കും മസിൽ സ്ട്രെയിനൊക്കെ ഉണ്ടാവാറുള്ളത് കാരണം, അതുകൊണ്ട് അത് ഞാൻ അധികം പ്രൊമോട്ട് ചെയ്തില്ല. ഈ ഒരു നിസാര സ്ട്രെച്ച് ഹൈലി ഹെൽപ്ഫുള്ളാണ്. ഇനി അത് കഴുത്തിന്. ഇനി അതുപോലെ തന്നെ പിന്നെ ഷോൾഡറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഷോൾഡർ ഷ്രഗ്സ് ചെയ്യാം. ഇങ്ങനെ മേളിലോട്ട് ഹോൾഡ് ചെയ്യുക, പതുക്കെ താഴേക്ക് റിലീസ് ചെയ്യുക. അതുപോലെ തന്നെ ഷോൾഡർ ഇങ്ങനെ മുന്നോട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, പിന്നോട്ടും അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുക. ഇത് വളരെ സിമ്പിളും വളരെ നിസ്സാരമാണെന്ന് തോന്നുമെങ്കിലും ഒരുപാട് ഹെൽപ്പാണ് നിങ്ങളുടെ ബോഡി നിങ്ങളറിയാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഷോൾഡറിൽ ഇത് ചെയ്യുക. പിന്നെ നിങ്ങൾ ടോർസോ സ്ട്രെച്ച് എന്ന് പറയുന്നത് നിങ്ങൾ നട്ടലിൽ ഈ ഭാഗത്ത് വേണ്ടി വരുന്നത്. അത് ഈ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഒന്നും ചെയ്യേണ്ട. കസേര റൊട്ടേറ്റിംഗ് ആണെങ്കിലും റിവോൾവ് ചെയ്യിക്കരുത്. നിങ്ങളുടെ നടു മാത്രം ഇങ്ങനെ തിരിയുക, ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, നേരെ ഈ സൈഡിലേക്ക് തിരിയുക, ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, നേരെ. ഇത് അടുത്ത സ്ട്രെച്ച്. പിന്നത്തെ സ്ട്രെച്ച് നിങ്ങൾക്ക് 2 കൈയും ഇങ്ങനെ ബാക്കിൽ കെട്ടിയതിന് ശേഷം മുകളിലേക്ക് നേരെ ആവുക. ഇത് മാക്സിമം ഈ നമ്മുടെ ചെസ്റ്റ് മാക്സിമം മുകളിലേക്ക് ആക്കത്തക്ക രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക. ഈ കൈ പിന്നിൽ ഇവിടെ കെട്ടാം, അതുപോലെ തന്നെ ഇവിടെ കെട്ടിയും ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് സ്ട്രെച്ച് കൊടുക്കാം. ഈ 2 സ്ട്രെച്ചസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതെന്ന് തൊട്ടടുത്തിരിക്കുന്ന സീറ്റിലിരിക്കുന്ന ആളുപോലും അറിയത്തില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നടു നിവർക്കുന്നു എന്ന് മാത്രമേ വിചാരിക്കത്തുള്ളൂ. പക്ഷേ ശരിക്കും നടു നിവർക്കുന്നില്ല. പക്ഷേ ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയും നിസ്സാര കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ 8 മണിക്കൂറിൽ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിർബന്ധമായും ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നട്ടെല്ല് നിങ്ങളെക്കാൾ മുൻപേ പ്രായമാകാൻ അനുവദിക്കാതിരിക്കുക. നിങ്ങളോടൊപ്പം പ്രായമാവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന വ്യക്തിയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ.